ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ രാത്രിയിൽ കിച്ചണിൽ ചെയ്തു വെക്കേണ്ട കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. മസ്റ്റായിട്ട് നമ്മളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപയോഗപ്രദമാവും നമ്മുടെ വീട്ടിൽ. അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്പുകളെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ് വന്നിട്ട് നമ്മൾ ഡിന്നർ കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ പാത്രങ്ങളെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് അതാതിൻ്റെ സ്ഥാനത്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ഒരുപാട് വീട്ടമ്മമാർ സാധാരണ ചെയ്യുന്നത് നമ്മൾ നൈറ്റിലെ പാത്രങ്ങളൊക്കെ ഇതേപോലെ വെച്ചിട്ട് രാവിലെ ആയിരിക്കും നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഇതുണ്ടാവില്ല. മൊത്തം പാത്രങ്ങൾ നമ്മൾ കഴുകി മാറ്റണം. അപ്പം രാത്രിയിൽ തന്നെ നമ്മൾ ഈ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റുവാണെങ്കിൽ രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പം നമുക്ക് കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ലൊരു മൂഡും ഉണ്ടാവും. അപ്പം എല്ലാവരും കിടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി മാറ്റാനായിട്ട് ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തുടച്ചതിന് ശേഷം കബോർഡ്സിനുള്ളിലേക്ക് വെക്കാം. ഇതിനൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെയൊക്കെ നമ്മൾ നൈറ്റിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ രാവിലത്തെ ജോലി കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഒക്കെ നമുക്ക് തയ്യാറാക്കാനും കഴിയും. അപ്പോൾ ഞാനിതെല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ചിട്ട് കിച്ചൺ കബോർഡ്സിലേക്ക് വെക്കുകയാണ്. ഇപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് തുടച്ച് അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് നമ്മുടെ കിച്ചൺ സിങ്കും അതുപോലെ തന്നെ സ്ലാവും സ്റ്റൗവും ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ പാത്രങ്ങളും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചന്റെ സിങ്കും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കിച്ചണിൽ സിങ്കിന്റെ അടുത്ത് ഇതുപോലെ ചെറിയൊരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ചെറിയ ഡസ്റ്റ്ബിൻ വെക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന എച്ചില്, അതുപോലെ തന്നെ നമ്മള് തേയിലൊക്കെ കൊത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് പിന്നീട് നമുക്കത് പുറത്ത് കളഞ്ഞാൽ മാത്രം മതി. നമ്മുടെ വലിയ ഡസ്റ്റ്ബിൻ പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം അതിലേക്ക് പിന്നീട് മാറ്റിയാൽ മതി. അപ്പം നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. നമ്മൾ ഇതുപോലെ സിങ്കിന്റെ അടുത്ത് ചെറിയൊരു ഡസ്റ്റ്ബിൻ വെക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ സ്ലാബും ഈ ഒരു കിച്ചൺ കൗണ്ടറും കിച്ചൻ്റെ സിങ്കും ഒക്കെ നമുക്ക് ഒരു ലിക്വിഡ് യൂസ് ചെയ്ത് ഞാനത് തുടയ്ക്കാറുണ്ട് എല്ലാ ദിവസവും നൈറ്റിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് തുടച്ചിടുമ്പം നമ്മുടെ കിച്ചണിലേക്ക് പാറ്റ, പല്ലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ നമ്മൾ രാവിലെ വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മൾ കംഫർട്ടിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് അത് സ്പ്രേ ചെയ്തിട്ടാണ് ഞാൻ കിച്ചൻ്റെ സിങ്ക്, അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടർ, നമ്മുടെ സ്റ്റൗ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കുറച്ച് കംഫർട്ടും വെള്ളവും കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ നമ്മുടെ കിച്ചൺ വൃത്തിയാക്കിയതിന് ശേഷം സ്റ്റൗ ടോപ്പ്, അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ, സിങ്ക് ഒക്കെ ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണമെഴുക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തെറിച്ച് വീണിട്ടുള്ള എണ്ണമെഴുക്ക്, അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റൗവിലൊക്കെ വീണിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ സൈഡിലെ വാൾ ടൈലും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട്. നല്ലൊരു മണമാണ്. അപ്പോൾ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ നല്ലൊരു മണമാണ്. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത്. ഈ ഒരു ഉപ്പും ഇട്ട ചൂടുവെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് വെക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ എല്ലാ ദിവസവും രാത്രി ഇതുപോലെ കുറച്ച് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതിലുള്ള അണുക്കളൊക്കെ ചത്തുപോകും. അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അടുത്ത ടിപ്പ് വന്നിട്ട് ഞാൻ നാളത്തേക്ക് നമ്മൾ അരി ഇടാനുള്ള വെള്ളം കൂടെ എടുത്ത് സ്റ്റവിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ചൂടാക്കത്തില്ല കേട്ടോ, ഗ്യാസ് ഓണാക്കത്തൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വെള്ളം വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഉണർന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് അരി കഴുകിയിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് അരി കഴുകിയിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ വളരെ വേഗത്തിൽ കഴിയും. പിന്നെ ചെയ്തു വെക്കുന്നത് ഞാൻ നാളത്തേക്ക് ചെയ്യുന്ന നമ്മൾ എന്തൊക്കെ കറികളാണോ തയ്യാറാക്കുന്നത് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ നാളെ ചെയ്യാൻ പോകുന്നത് സാമ്പാറും അതുപോലെ തന്നെ ബീട്രൂട്ട് തോരനും മീൻ കറിയാണ്. അപ്പം മീൻ ഫ്രിഡ്ജിലുണ്ട്. അപ്പം പച്ചക്കറികളൊക്കെ നാളത്തേക്കുള്ള കറികളൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഇട്ട് വെച്ചിരിക്കും. അപ്പം നമ്മൾ ഇതിനകത്തുള്ള പോയിസൺ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കെമിക്കലൊക്കെ അടിച്ചിട്ടായിരിക്കും പച്ചക്കറികൾ കിട്ടുന്നത്. അതൊക്കെ മാറിക്കിട്ടും. ഒപ്പം തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഞാനിപ്പോൾ ഏകദേശം ഒരാഴ്ച 2 ആഴ്ച വരെയൊക്കെയാണ് പച്ചക്കറികൾ വാങ്ങാറ്. അപ്പം കുറച്ച് വാടി തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിടുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരടപ്പോ 2 അടപ്പോ നമുക്ക് വിനാഗിരി യൂസ് ചെയ്താൽ മതി കേട്ടോ, ഒരുപാട് വിനാഗിരി വേണ്ട. അപ്പൊ ഇതുപോലെ വിനാഗിരി കൂടി ഒഴിച്ചിടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊരു 5 മിനിറ്റ് നേരത്തെ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ നൈറ്റിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. പിന്നെ ഫൈനലായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചൺ സിങ്കിലേക്ക് നമ്മൾ രാവിലെയൊക്കെ സവാളയൊക്കെ കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ സവാളയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മളതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുമല്ലോ. അപ്പോൾ അത് ഞാൻ മിക്കപ്പോഴും എടുത്ത് വെച്ചിരിക്കും. അപ്പോൾ അത് രാത്രിയിൽ നമ്മൾ സിങ്കെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം സിങ്കിനുള്ളിലേക്ക് ഇതുപോലൊന്ന് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുമ്പോൾ നൈറ്റിൽ ചിലപ്പോൾ ഇതിനുള്ളിൽ നിന്ന് കോക്രോച്ച് ഒക്കെ വരുമല്ലോ, ചിലപ്പം പാറ്റ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ സെപ്റ്റി ടാങ്കിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സവാളയുടെ പീസ് നമ്മൾ ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ ഉള്ളിൽ വെക്കുമ്പം അത്തരത്തിലുള്ള ജീവികളുടെയൊക്കെ ഒന്നും ശല്യം ഉണ്ടാവത്തില്ല. നമ്മൾ നൈറ്റിൽ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന അതിഥികളാണ് പാറ്റയും അതുപോലെ തന്നെ പല്ലിയൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് ടിപ്പുകളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഫൈനലായിട്ട് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ആക്കുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഗ്യാസിൻ്റെ റെഗുലേറ്റർ ഓഫാക്കി വെക്കുക എന്നുള്ളത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ നൈറ്റിലെ ഡിന്നർ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി അതായത് സ്ഥാനത്ത് വെക്കുക. അതുപോലെ തന്നെ നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ സ്റ്റൗ ടോപ്പ് ഒക്കെ നല്ലപോലെ നീറ്റായിട്ട് തുടച്ച് എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള ലിക്വിഡ് യൂസ് ചെയ്ത് തുടച്ച് വെക്കുക. അടുത്ത ദിവസം രാവിലെ നമ്മൾ എന്താണോ കറി വെക്കാനൊക്കെ പോകുന്നത് പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുക. അതെല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കടല ഒക്കെ വെക്കുമല്ലോ, അപ്പോൾ അത് കുതിരാനായിട്ട് ഇടുക. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ പോലത്തുള്ള ഐറ്റംസ് ഒക്കെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇടുക. പിന്നെ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ റെഗുലേറ്റർ ഓഫാക്കി വെക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ മസ്റ്റായിട്ടും എല്ലാ വീട്ടമ്മമാരും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം അടുത്ത യൂസ്ഫുൾ ആയിട്ട് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.